CMR എക്സാലോജിക് ഇടപാടുകളിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിയും തള്ളി. മാത്യു കുഴൽനാടൻ MLA, അന്തരിച്ച പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബു എന്നിവർ നൽകിയ ഹർജികളാണ് കോടതി തള്ളിയത്. മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. CMR ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചിരുന്ന ഡയറിയിലെ കണക്കുകൾക്ക് തെളിവ് മൂല്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ പര്യാപ്തമായ തെളിവുകൾ പരാതിക്കാർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ഹർജികളും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് CMRL കമ്പനി 1.72 കോടി രൂപ നൽകിയതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജിയായിരുന്നു ഒന്ന്. CMRL എക്സാലോജിക് ഇടപാടിന് പുറമെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് കമ്പനി പണം കൈമാറിയത് കൂടി പരിശോധിക്കണമെന്നായിരുന്നു വിവരാവകാശ പ്രവർത്തകനായിരുന്ന ഗിരീഷ് ബാബുവിന്റെ ആവശ്യം. വീണ വിജയൻ, പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരായിരുന്നു എതിർകക്ഷികൾ. മാത്യുവിന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശം അനാവശ്യമാണെന്ന് നിരീക്ഷിച്ച് കോടതി അത് റദ്ദാക്കി. VC ശുക്ല കേസിലെ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് നിരീക്ഷണം. CMRL ഉദ്യോഗസ്ഥരിൽ നിന്നും കിട്ടിയ ഡയറിയിലെ കണക്കുകൾ സംബന്ധിച്ച കാര്യത്തിലാണ് കോടതിയുടെ പരാമർശം. കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവ് UDFന് തിരിച്ചടിയല്ലെന്ന VD സതീശൻ. കേസ് നിലവിലുണ്ട്. അപ്പോൾ അത് വിജിലൻസ് നിൽക്കുമോ അല്ലെങ്കിൽ PML ആക്ട് നിൽക്കുമോ എന്നുള്ളൊരു നിയമപ്രശ്നമാണ്. എന്തായാലും ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ. CMRL കമ്പനി എക്സാലോജിക്കിനും സേവനമില്ലാതെ പണം നൽകിയെന്ന ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ലഭിച്ച പണം മാസപ്പടിയാണെന്നായിരുന്നു ആരോപണം. വിഷയത്തിൽ SFIO, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.